നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സംഗീത റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഗായകനാണ് വിജയ് മാധവ്. നടി ദേവിക നമ്പ്യാരെയാണ് വിജയ് മാധവ് വിവാഹം ചെയ്തത്. അമിതമായ വിശ്വാസവും ഭക്തിയും കാരണമാണ് വിജയ് മകൾക്ക് ഓം പരമാത്മ എന്ന പേര് നൽകിയതെന്നായിരുന്നു ലഭിച്ച പ്രധാന വിമർശനം. ഇരുവരും വിവാഹശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇവർ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ജനുവരി 30-നാണ് ദേവിക രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. പിന്നാലെ മകൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട് താരദമ്പതിമാർ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടു. കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയാണെന്നും തുടങ്ങി അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും ഒക്കെ വന്നതോടെ ഇരുവരും പ്രശ്നത്തിലായി. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം വിജയ് മാധവിന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി വീഡിയോ സോഷ്യൽ മീഡിയയിൽ മാറിയിരുന്നു. കഷണ്ടിയിൽ നിന്നും മോചനത്തിനായി ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തതിനെ കുറിച്ചായിരുന്നു വിജയ് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അത്ര താല്പര്യത്തോടെയല്ല ഇതിൽ ഇറങ്ങിയത്. കാലങ്ങളായി പലരും എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്ന് നോക്കിയാലോ എന്ന് കരുതിയാണ് സർജറിക്കായി തയ്യാറെടുത്തത്. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്ത ആൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ മാരകമായ അസുഖം വന്ന വാർത്തകൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തെറ്റായ സർജറി കാരണം സഹിക്കാൻ കഴിയാത്ത തലവേദനയും പഴുപ്പും വന്നതോടെയാണ് രോഗം തിരിച്ചറിഞ്ഞത്. ഗായകൻ വിജയ് മാധവ് താൻ ലുക്കിലൊരു ചെറിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തയും പുറത്തു വന്നത്. അതോടെ വിജയ് മാധവിന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തയായിരുന്നു. ഇപ്പോഴിതാ ഒരു വീഡിയോയിലൂടെ എന്താണ് നിലവിൽ വിജയ് മാധവിന്റെ അവസ്ഥ എന്ന് ഭാര്യ ദേവിക തന്നെ നേരിട്ട് കാണിച്ചു തരികയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് വിജയ് മാധവ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചത്. അതിലാണ് എങ്ങനെയൊക്കെയാണ് സർജറിക്ക് ശേഷം വിജയ് മാധവിനെ പരിപാലിക്കുന്നത് എന്ന് ദേവിക പറയുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നാൽ ചെറിയ സംഭവമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ ഇത് ചെറിയ സർജറിയല്ല, ഒരു മേജർ സർജറി തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. സാധാരണ ഹെയർ ട്രാൻസ്പ്ലാന്റ് അല്ലേ എന്ന് കരുതി അതോടെ വിട്ടുകളയരുത്. അതിനുശേഷമാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ദിവസവും 2 നേരം ഇളം ചൂടുള്ള വെള്ളത്തിൽ കോട്ടൺ മുക്കി തുടച്ച് വൃത്തിയാക്കി ഓയിൻമെന്റ് പുരട്ടണം. ശരിയായ വിശ്രമം ആവശ്യമാണ്. ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും നന്നായി വിശ്രമിക്കണം, ഉറങ്ങണം. പക്ഷേ അത് മാത്രം ഇവിടെ നടക്കുന്നില്ല. ബാക്കിയെല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് ദേവിക പറഞ്ഞു. ഇപ്പോൾ വിജയ് മാധവിന്റെ തലയിൽ ചെറിയ മുടി വളർച്ച എത്തിയിട്ടുണ്ട്. ഈ ലുക്കിൽ കുഞ്ചാക്കോ ബോബനെ പോലെയുണ്ടെന്നാണ് ദേവികയുടെ അഭിപ്രായം. ആ ലുക്കും നോട്ടവും കാണുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ചാക്കോച്ചനാണെന്ന് തോന്നും. മുടി വളർത്തുന്നതിന് ശേഷം സിനിമയിൽ ഒന്ന് അഭിനയിക്കണമെന്നാണ് വിജയ് മാധവിന്റെ പ്ലാൻ. വെറുതെ ചില ആഗ്രഹങ്ങൾ എന്ന് വിജയ് മാധവ് പറഞ്ഞു. സിസേറിയന് ശേഷം സർജറി എന്ന് കേൾക്കുമ്പോഴേ ഭയമാണെന്ന് ദേവിക പറഞ്ഞിരുന്നു. എന്റെ ജീവിതത്തിലും ഇതുപോലെ സർജറികളൊന്നും ഇല്ലായിരുന്നു. ഇത് പിന്നെ അത്ര സീരിയസ് ഓപ്പറേഷൻ അല്ല, അതിൽ ആശ്വാസമുണ്ട്. സർജറി ചെയ്തതിനെ കുറിച്ചും അതിനുശേഷമുള്ള ലുക്കും വിജയ് കാണിച്ചിരുന്നു. ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെയുള്ള രൂപമാണ്. മീശയും കൂടി ട്രിം ചെയ്തപ്പോൾ പോലീസ് ലുക്കുണ്ടെന്നായിരുന്നു ദേവിക പറഞ്ഞത്. അച്ഛനെ കണ്ടപ്പോഴാവട്ടെ ആത്മജ കരച്ചിലായിരുന്നു. ഈ സർജറി ചെയ്തതിന് ശേഷം അസ്ഥി വരെ പുറത്തു വന്ന് ജീവൻ നഷ്ടമാവുന്ന അവസ്ഥയിലായതിനെ കുറിച്ച് പറഞ്ഞുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതേക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ. ആ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്നായിരുന്നു വിജയ് പറഞ്ഞത്. അത് നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ ഈ സാഹസത്തിന് താൻ തയ്യാറാവില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. പാട്ടൊക്കെ പാടി ഫുൾ റിലാക്സ് ആയാണ് എന്റെ സർജറി. ആ വീഡിയോയും വിജയ് പങ്കുവച്ചിരുന്നു. പാട്ടും പാടി ചെയ്ത എന്റെ സർജറി നല്ല ഡോക്ടറും നല്ല ക്ലിനിക്കുമാണെങ്കിൽ ഇങ്ങനെ പാട്ടുപാടിയും സർജറി ചെയ്യാം. ഒരുപാട് പേര് ഇന്നലെ എനിക്ക് സനിൽ എന്ന സഹോദരന്റെ വീഡിയോസ് അയച്ചു തന്നു. ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. ആ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ജന്മത്തിൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ലായിരുന്നു. ഞാൻ ചെയ്തു കഴിഞ്ഞതുകൊണ്ടും നല്ല രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക എന്നും വിജയ് കുറിച്ചിരുന്നു. ഇത് ചെയ്യാൻ എത്ര പൈസയായി, വേദന ഉണ്ടായിരുന്നു, ഒരാൾ ചെയ്തത് അങ്ങനെയായെന്ന് വെച്ച് എല്ലാവർക്കും അങ്ങനെ വരണമെന്നുണ്ടോ തുടങ്ങി നിരവധി കമന്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. ലൈംലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയ് മാധവിന് തലയിൽ മുടിയില്ല. കഷണ്ടിയുള്ള തല മറയ്ക്കണമെന്നോ ഒളിപ്പിച്ച് പിടിക്കണമെന്നോ വിജയ്ക്കും തോന്നിയിട്ടില്ല. ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം താൻ ഒരു സാഹസത്തിന് മുതിർന്നുവെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയുമായി വിജയ് മാധവ് എത്തിയത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിശദ വിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. മൊട്ടത്തലയ, കഷണ്ടി, പെട്ടത്തലയ വിളികൾക്ക് അവസാനമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് വീഡിയോ ആരംഭിച്ചത്. കുറെ നാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് തുടക്കമിടാൻ പോവുകയാണ്. കുറെ കാലമായി എല്ലാ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമായിരുന്നില്ലേ എന്നത്.
മാഷിന് പക്ഷേ താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോഴും 50% താല്പര്യം മാത്രമേ മാഷിനുള്ളൂ. പരീക്ഷിച്ച് നോക്കാമെന്ന രീതിയിലാണ് പോകുന്നത് എന്ന് ഭാര്യയും നടിയുമായ ദേവിക പറയുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇന്നാണ് സർജറി. ആദ്യമായാണ് ഞാനൊരു സർജറിക്ക് പോകുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് മുടി വന്നാൽ ലോകത്ത് എല്ലാവർക്കും മുടി വരും. സർജറിയെക്കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുടി വന്നു തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റിനായി വിജയ് ഇറങ്ങിയത്. രാവിലെ തുടങ്ങിയ സർജറിയും മറ്റു ട്രീറ്റ്മെന്റുകളും അവസാനിച്ച് രാത്രി 1 മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത്. രാത്രി 1 മണി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആത്മജയ്ക്ക് ഇനി എന്നെ കണ്ടാൽ മനസ്സിലാകുമോ എന്നറിയില്ല. 12 കൊല്ലം മുൻപ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനം മാറ്റി. പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. മുടിയില്ലാത്തത് അത്ര വലിയൊരു കുഴപ്പമായി എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ അതിൽ ബോധഡ് ആയിരുന്നില്ല. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഞാനിത് ചെയ്യാൻ മുതിർന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നൊരു ചാനൽ യൂട്യൂബിലുണ്ട്. കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണന്റേതാണ് ചാനൽ. പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായി കണ്ടു. അവരുടെ എല്ലാം വിജയകരമായ സർജറികളായിരുന്നു. പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അത് വളരെ കൺവിൻസിംഗ് ആയിരുന്നു. ഈ വിഷയത്തിൽ ടോപ്പ് സൂപ്പർ സ്റ്റാറായ ഡോക്ടറാണ് എൻ്റെ സർജറി ചെയ്തത്. ജീവിതത്തിൽ ഇന്നേ വരെ സർജറി ഞാൻ ചെയ്തിട്ടില്ല. വലിയ സർജറിയൊന്നുമല്ല, പക്ഷേ എന്നിട്ടും ചെറിയ പേടി ഉണ്ടായിരുന്നു. വിശ്വസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയനായത്. എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെ ആവില്ല. 3-4 മാസം കഴിയും റിസൾട്ട് വരാൻ. പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എൻ്റേത് ഞാൻ ചെയ്തത്. രാവിലെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പഴയ ലുക്കിലേക്ക് പോകുമോ എന്നറിയാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. 10 ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നും വിജയ് പറഞ്ഞു. വിജയുടെ പുതിയ ലുക്ക് ദേവികയ്ക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, കൊള്ളാം, പടം സൂപ്പറായിരിക്കും. മീശ മാത്രമുള്ള ലുക്ക് കൊള്ളാം. മീശ മാത്രമായി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൂടായിരുന്നുവോ എന്നൊക്കെ അമ്മ എന്നോട് ചോദിച്ചു എന്നായിരുന്നു ദേവികയുടെ പ്രതികരണം. പതിവ് പോലെ അച്ഛൻ്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട് ആത്മജ കരയുകയാണ് ചെയ്തത് എന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. 2022 ദേവികയും വിജയ് മാധവും വിവാഹിതരായത്. ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട്. മകന്റെ പേരിനെ ചൊല്ലി ചിലർ ചോദ്യം ഉയർത്തിയപ്പോൾ ആത്മാവിൽ നിന്നുമുണ്ടായ കുഞ്ഞെന്ന നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയതെന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത്. മകൾക്ക് വിജയ് മാധവ് ഇട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു. കമന്റുകൾ മറുപടിയുമായി ദേവികയും വിജയ് മാധവും എത്തിയെങ്കിലും ആ വീഡിയോയ്ക്ക് എതിരെയും വിമർശനം ഉയർന്നു. ഒടുവിൽ വിവാദമെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വിജയ് മാധവ് തന്റെ ഭാഗത്തു നിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ആ വീഡിയോ കൂടി വിവാദങ്ങൾ അവസാനിച്ചു. പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു.